ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് സിലോക്ടോക് സെൽഹയുടെ ഭർത്താവ് രംഗത്തെത്തി. ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ടില്ലെന്നും വെറുതെ കള്ളങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ, എന്തിനാ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ, സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും. വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നതിന് വേറെ പ്രത്യേക കാരണം. നമ്മള് 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട. അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരിക്കലും മാറ്റില്ല. അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നത് ആൾക്കാർ വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ കടങ്ങളൊന്നുമില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, വീടിന്റെ സെൽഹ വീട്ടുകാർ നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി, ഈ ഊനാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ, നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കവും. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ, ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സെൽഹ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സെൽഹ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക, സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. ഒരുപാട് ആൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സായി സാറ്, പിന്നെ അത് നമ്മുടെ കൈസ്, അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്രയും അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക. കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം, ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുത്തുക. അപ്പൊ